അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, പരിശുദ്ധ റമളാൻ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. വിരലിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. അവസാന പത്തുകളിൽ വിശ്വാസികൾ ഏറെ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുന്നത് ലൈലത്തുൽ ഖദറിൻ്റെ രാവുകളെയാണ്. ആ രാവുകളെ പരമാവധി സജീവമാക്കുക എന്നുള്ളത് വിശ്വാസികളുടെ ആഗ്രഹമാണ്. നമുക്കേറെ പരിചിതമായ ഒരു വാക്കാണ് സുജൂദ് എന്നുള്ളത്. അള്ളാഹുവുമായി ഒരടിമ ഏറ്റവും കൂടുതൽ അടുപ്പം പ്രാപിക്കുന്നത് സുജൂദിലാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ആ സുജൂദിൻ്റെ സൗന്ദര്യവും അനുഭൂതിയും ഉൾക്കൊണ്ടുകൊണ്ട് എത്ര സുജൂദുകൾ നമുക്ക് നിർവഹിക്കാൻ സാധിച്ചു ഈ റമളാനിൽ എന്നുള്ളത് ഏറെ പ്രസക്തമായ ചോദ്യവും ചിന്തനീയവുമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറെ സ്നേഹിക്കുന്നത് ആരോടാണോ അയാളുടെ കൂടെ അല്പം സമയം ചെലവഴിക്കുന്നത് ഏറെ സന്തോഷപരമായ നിമിഷങ്ങളായിക്കൊണ്ടാണ് നമ്മൾ കണക്കാക്കാറുള്ളത്. എങ്കിൽ നമ്മെ സൃഷ്ടിച്ച് നമ്മെ പരിപാലിക്കുന്ന നമുക്കേറെ അനുഗ്രഹങ്ങൾ നൽകിയ ആ പടച്ചറബിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്ത് അവൻ്റെ സ്നേഹവും സാമീപ്യവും ആഗ്രഹിക്കുവാൻ നമുക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൻ്റെ പ്രാധാന്യവും പ്രാമുഖ്യവും ഒട്ടേറെ തവണ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒരു വിശ്വാസി നിർബന്ധമായും ഒരു ദിവസത്തിൽ തന്നെ നിർബന്ധ നമസ്കാരങ്ങളിലൂടെ 34 തവണ അവൻ സുജൂദ് ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസിയുടെ അള്ളാഹുവിന് മുമ്പിൽ അവൻ ബഹുമാനവും താഴ്മയും കാണിക്കുകയാണ് സുജൂദിലൂടെ. അതോടൊപ്പം അള്ളാഹുവിൻ്റെ മുമ്പിൽ വിനയാന്യതരായി അള്ളാഹുവിൻ്റെ അടുപ്പം പ്രാപിക്കുവാനുള്ള ഒരു ഘട്ടം കൂടിയാണ് നമസ്കാരത്തിലെ സുജൂദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സുജൂദിനെ പരിചയപ്പെടുത്തുന്നിടത്ത് കാണാം അസ്സുജൂദു ഹുവ റൂഹുസ്സലാ, നമസ്കാരത്തിൻ്റെ ആത്മാവാണ് സുജൂദ് എന്ന്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹചാരിയായിരുന്ന ഒരു സ്വഹാബി റബീഅത്ത് ബിനു കഅബിൽ അസ്ലമി, അദ്ദേഹം പ്രവാചകന്റെ അടുക്കിലേക്ക് ഒരു ദിവസം പ്രവാചകന്റെ കൂടെ രാത്രി സമയം ചെലവഴിക്കുകയാണ്. അള്ളാഹിൻ്റെ റസൂലിന് വേണ്ട ഖിദ്മത്തുകളൊക്കെ അദ്ദേഹം ചെയ്തു കൊടുത്തു. വുളു എടുക്കുവാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് നീ എന്നോട് ചോദിച്ചുകൊള്ളുക. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, അള്ളാഹുവിൻ്റെ റസൂലെ സ്വർഗത്തിൽ അങ്ങയുടെ സാമീപ്യമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ സ്വഹാബിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഫഅഗ്നി അലാ നഫ്സിക ബികസ്റത്തി സുജൂദ്, എങ്കിൽ കൂടുതൽ സുജൂദുകൾ ചെയ്തുകൊണ്ട് നിന്റെ ആ കാര്യത്തിൽ നീ ആഗ്രഹിക്കുന്ന ആ കാര്യത്തിൽ നീ എന്നെ സഹായിക്കുക എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. സ്വർഗത്തിൽ പ്രവാചകന്റെ സാമീപ്യം നേടുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വഹാബിയോട് പറഞ്ഞത് നീ സുജൂദുകൾ അധികരിപ്പിക്കുക എന്നുള്ളതാണ്. നിർബന്ധമായ നമസ്കാരങ്ങളിലൂടെയും സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയും ഒക്കെ സുജൂദ് അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സാമീപ്യം, പ്രവാചകന്റെ സാമീപ്യം സ്വർഗത്തിലും നിങ്ങൾ ആഗ്രഹിക്കുക എന്നാണ് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ സ്വഹാബിയോട് പറഞ്ഞത്. മറ്റൊരു പ്രത്യേകത, ഉമ്മത്തി യൗമൽ ഖിയാമത്തി ഖുർറൻ മിനസ് സുജൂദി മുഹജ്ജലൂന മിനൽ വുളൂഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ സമുദായം സുജൂദിനാൽ നെറ്റിയും വുളുവിനാൽ കൈകാലുകളും പ്രകാശിക്കുന്ന രൂപത്തിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, സുജൂദ് അള്ളാഹുവുമായുള്ള സാമീപ്യം ഏറ്റവും കൂടുതൽ അടുപ്പം പ്രാപിക്കുന്ന ഘട്ടമാണ്. അതിനാൽ ആ സുജൂദിൽ പ്രാർത്ഥനകൾ നമ്മൾ അധികരിപ്പിക്കുവാൻ നമുക്ക് സാധിക്കണം. ഓരോ സുജൂദുകൾ നമ്മൾ ചെയ്യുമ്പോഴും അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ പദവികൾ ഉയർത്തപ്പെടുകയാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുകയും ചെയ്യും. നരകത്തിൽ നിന്നുള്ള സംരക്ഷണമാണ് സുജൂദ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രയാസങ്ങൾ വന്നാലും, മനസ്സ് തകരുന്ന ഘട്ടങ്ങൾ കടന്നു വന്നാലും ആ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴുകൊണ്ട് അള്ളാഹുവിനോട് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഭൂമിയിലുള്ളവരോട് പറയാൻ കഴിയാത്ത കാര്യങ്ങൾ സുജൂദിൽ അള്ളാഹുവിനോട് പറയുക. കാരണം സുജൂദിൽ നാം മണ്ണിലേക്ക് നോക്കുന്നത്, ആ മണ്ണിലേക്ക് നോക്കി മന്ത്രിക്കുന്നത് ആകാശത്തിന് മുകളിലുള്ള അള്ളാഹു കേൾക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് സുജൂദുകൾ അധികരിപ്പിച്ചുകൊണ്ട് ഈ റമളാനിൻ്റെ അവസാന ദിനങ്ങളെ കൂടുതൽ ധന്യമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുക. റഹ്മാനായ പടച്ച റബ്ബ് നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.